ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലോ. അപ്പം നമുക്ക് മാങ്ങ വെച്ച് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ഒരു ഫലൂദ തയ്യാറാക്കിയാലോ. ഇത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫലൂദയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഈ വീഡിയോ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഫലൂദ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ആരില്ലാത്ത മാങ്ങ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് മാങ്ങാ പ്യൂരി തയ്യാറാക്കാം. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം മാങ്ങാ പ്യൂരി തയ്യാറാക്കാൻ. ഇപ്പോൾ നമ്മുടെ മാങ്ങാ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കസ്കസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ അല്പനേരം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പോളം സേമിയയാണ്. ഇതിപ്പോൾ ഞാൻ 1/4 കപ്പ് സേമിയ വെള്ളത്തിൽ അല്പം പഞ്ചസാരയും കൂടെ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ്, അതായത് 250 ഗ്രാമോളം പാലാണ്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് മാങ്ങ കൊണ്ട് ഫലൂദ തയ്യാറാക്കാൻ. ഇനി നമുക്ക് ഫലൂദ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ടൊരല്പം നീളമുള്ള ഗ്ലാസ് എടുക്കുക. ഇതിൻ്റെ അടിയിൽ ഫസ്റ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ പ്യൂരി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് സേമിയ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരല്പം കസ്കസും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരല്പം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ വീണ്ടും മാങ്ങാ പ്യൂരി വെച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ സേമിയ വെച്ചു കൊടുക്കാം. പിന്നെ വീണ്ടും കസ്കസ് വെച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ലെയറായിട്ട് ഈ ഗ്ലാസിൻ്റെ മുകൾ വരെ ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ അവസാനമായിട്ട് 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കാം. ഐസ്ക്രീം നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാനൊരു ചെറിയും കൂടെ വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ മാംഗോ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ഒരു ഫലൂദയുടെ റെസിപ്പിയാണ്. ഈ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. Thank you for watching.